വെൽക്കം ബാക്ക് ടു ഗുരുവിലാസ് മാലക്കൽ. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം. ഇന്ന് കാണിക്കുന്നത് ലക്നവി വർക്കിൽ വരുന്നതാണ്. നല്ല പ്യുർ കോട്ടണിലേക്ക് ലക്നവി വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ലക്നവി ചിക്കൻകാരി വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ നോക്കിയ നെക്ക് വരുമ്പം ഇങ്ങനെ സിമ്പിൾ റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ ഫുൾ ഈ ഒരു ചിക്കൻകാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് പീച്ചിലേക്ക് വൈറ്റ് ആ ത്രെഡ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ ഇങ്ങനെ വരും. പ്യുവർ ആട്ടോ ഇത് വരുന്നത്. നല്ല പ്യുവർ കോട്ടണിലേക്കാണ് ഫുള്ള് ചിക്കൻകാരി വർക്ക് വരുന്നത്. ഇത് ഫ്രണ്ടിലേക്ക് ഫുള്ളിങ്ങനെ ആ നെക്ക് ഹൈലൈറ്റ് ചെയ്തിങ്ങനെ ആ ഒരു വർക്ക് വരും. ഇതുണ്ട് ഇങ്ങനെ നെക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഫുള്ളിങ്ങനെ ആ ഒരു വർക്ക് വന്നിട്ട് സൈഡിലേക്കും അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒരു വർക്ക് തന്നെ കൊടുത്തിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആപ്ലിക് വർക്കിലേക്ക് ആ ഒരു വർക്ക് കൊടുത്ത പോലെ ഉണ്ട്. ചിക്കൻകാരി വർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് വർക്കാണ് ഇത് ശരിക്കും. അതും പ്യുർ കോട്ടൺ ആയതുകൊണ്ട് നമ്മുടെ ഈ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഒരു നല്ല ലൈറ്റ് പീച്ചാണ് ഫസ്റ്റ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുമ്പോഴും ബോട്ടത്തിനും ഇതുപോലെ തന്നെ ഇതുണ്ട്. ഇതിപ്പം ബാക്കിലേക്ക് വരുന്നത് ബോട്ടം വരുമ്പം ഇതുപോലെ ബോട്ടത്തിൻ്റെ താഴേക്ക് ഇനി ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. ബാക്കും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം ഇങ്ങനെ വരും ഉണ്ടോ, ഹൈലൈറ്റ് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വർക്ക് വരുവേ. അതുപോലെ സ്ലീവ് വെക്കാൻ ഇങ്ങനെ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെത് റേറ്റ് വരുന്നത് 3480 ആണ്, 3480. ടോപ്പും ബോട്ടവും ഇങ്ങനെ ആ ഒരു വർക്ക് വന്നിട്ട് ദുപ്പട്ട വരുമ്പം ഷിഫോൺ വരും. സിമ്പിളായിട്ടാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഷിഫോൺ, ക്രഷ്ഡ് ഷിഫോണിലേക്ക് ദുപ്പട്ട വരുമ്പം ഇങ്ങനെ ആ ഒരു ലേസ് വർക്കും കൂടെ വരും. എൻഡിലേക്ക് വരുമ്പം ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ട് സൈഡിലേക്കും ആ ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം ടോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയും അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയലും വരുന്നത് ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ വരും. നല്ല ലോങ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് സാരി ഉടുക്കാൻ മടിയൊക്കെ ഉള്ളവർക്ക് ഫങ്ഷൻ വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റമാണ് കേട്ടോ. അതുപോലെ പ്യുർ കോട്ടണിലേക്ക് ആ ഒരു വർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാനും നല്ലതാണ്. അടുത്ത് നോക്കിയൊരു നല്ല ലൈറ്റ് ഒരു പിങ്കാണ് വരുന്നത്. ഒനിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റാണ് വരുന്നത്. ഇതിൻ്റെത് വരുമ്പോഴും അതുപോലെ വർക്കുകൾ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് വരുമ്പം കണ്ടോ ഇങ്ങനെ വരും. നെക്ക് ഇങ്ങനെ ആ ഒരു റൗണ്ട് നെക്കായിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പം നമുക്കിതിലേക്ക് വേണമെങ്കിൽ നല്ല വൈറ്റ് ബട്ടണൊക്കെ വെച്ച് കൊടുത്താൽ ഇച്ചിരിയും കൂടെ നല്ല വർക്ക് വേണ്ടവർക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ആവശ്യത്തിലേക്ക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഹൈലൈറ്റ് ചെയ്താൽ നെക്കിൽ ഇങ്ങനെ ആ ഒരു വർക്ക് വന്നിട്ട് താഴേക്ക് ഇതുപോലെ തന്നെ ആ ഒരു വർക്ക് വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. നല്ല പ്യുർ കോട്ടനുമാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഫ്രണ്ട് ഇങ്ങനെ വർക്ക് വന്നിട്ട് ബാക്കിലേക്കും ഇതുപോലെ ഇങ്ങനെ ഫുള്ള് വർക്ക് വരുവേ. അതുപോലെ ബോട്ടത്തിനും വർക്ക് വരുന്നുണ്ട്. നമുക്ക് സ്ലീവിന് ഇതുപോലെ ഇങ്ങനെ ബോർഡറായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് സ്ലീവിലേക്ക് നമുക്കിങ്ങനെ ആ ഒരു വർക്കും കൂടെ വരുന്നുണ്ട്. നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇതൊരു നല്ല ലൈറ്റ് ഷെയ്ഡായത്. ദുപ്പട്ട വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ സെയിം പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ലേസ് വർക്കായിട്ട് സൈഡിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു റേറ്റിൽ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും. ഒരു ലൈറ്റ് ഒനിയൻ പിങ്കിൻ്റെ ഒരു ബേബി പിങ്ക് എന്ന് തന്നെ പറയാം നമുക്ക്. ഇങ്ങനെ സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് കാസർഗോഡ് ജില്ലയിൽ മാലക്കല്ലാണ്. താങ്ക്